നമസ്കാരം. ഈ വർഷം അമാവാസി വരുന്നത് ഓഗസ്റ്റ് 3 ശനിയാഴ്ച, അതായത് കർക്കടകം 18-നാണ്. നമുക്കറിയാം, ഭൂമിക്കും സൂര്യനും ഇടയിലായി ചന്ദ്രൻ വരുന്ന ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത്. ഈ ദിവസം ചന്ദ്രൻ്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അമാവാസി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു പാവനമായ ഒരു ദിവസമായിട്ട് ആചരിക്കുന്നു എന്നുള്ളതാണ്. അത് അമാവാസി വ്രതം എന്ന പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഖണ്ഡിനി പേഷിനി ചുല്ലി ചോതകുംഭീജ മാർജനി പഞ്ചസൂന ഗൃഹസ്ഥസ്യ പഞ്ചയജ്ഞൈ പ്രശാമ്യതി. ഇങ്ങനെ മുറിക്കുക, വറക്കുക, അരക്കുക, ചൂലുപയോഗിക്കുക, വെള്ളം നിറച്ച് വെക്കുക, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാത്ത ഒരു ഗൃഹസ്ഥനും ഉണ്ടാവില്ല. ആ കർമ്മങ്ങളിലൂടെ 5 തരത്തിലുള്ള പാപങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് പഞ്ചസൂനങ്ങൾ എന്ന് പറയും. അപ്പോൾ ആ പഞ്ചസൂനങ്ങൾക്കുള്ള പരിഹാരം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യപ്പെടുന്ന പാപങ്ങൾക്കുള്ളൊരു പരിഹാരം എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചാൽ ശാസ്ത്രം പറയുന്നത്, പുരാണങ്ങൾ പറയുന്നത്, അധ്യാപനം ബ്രഹ്മയജ്ഞോ പിതൃയജ്ഞസ്തു തർപ്പണം ഹൗമോ ദൈവോ ബലിർഭൂതോ നൃയജ്ഞോ തിഥി പൂജനം എന്നാണ്. ഈ 5 തരത്തിലുള്ള യജ്ഞങ്ങൾ, ദേവയജ്ഞം, പിതൃയജ്ഞം, അതുപോലെ തന്നെ ഭൂതയജ്ഞം, നൃയജ്ഞം, അധ്യാപനം ബ്രഹ്മയജ്ഞോ പിതൃയജ്ഞസ്തു തർപ്പണം ഹൗമോ ദൈവോ ദേവയജ്ഞം, ഇങ്ങനെ 5 തരത്തിലുള്ള യജ്ഞങ്ങൾ നിങ്ങൾ അനുവർത്തിക്കണം, അനുസരിക്കണമെന്നാണ്. ആ 5 യജ്ഞങ്ങളിലൂടെ നമുക്ക് നാം അറിയാതെ ചെയ്യപ്പെടുന്നതായ ഈ പാപങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ആചാര്യന്മാർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ ഒരു അമാവാസി വ്രത ആചരണത്തിലൂടെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ജ്യോതിഷത്തിലും മറ്റും പറയും, കോപപ്രേതസ്യ കുര്യാത് തനയവിഹനനം ച ആമയാദീൻ അനർത്ഥാൻ തൽപ്രീത്യൈ പാർവണാദ്യം പിതൃഗണ മനഃപ്രീണനം ശ്രാദ്ധകർമ്മം. പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് പൈതൃകമായ നമ്മുടെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ആ പരമ്പരകളെയും ഒക്കെ തന്നെ സ്മരിക്കേണ്ട, അവരുടെ ഓർമ്മകൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദർഭമായിട്ടാണ് അമാവാസിയെ ഇവിടെ പറയുന്നത്. മാത്രമല്ല, അതിലൂടെ സന്താന പരമ്പരകൾക്ക് പുഷ്ടിയും അതുപോലെ തന്നെ രോഗശാന്തിയും സമ്പൽ സമൃദ്ധിയും എല്ലാം തന്നെ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് അവിടെയും ആചാര്യന്മാർ പറയപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ആചരണമെന്ന് പറയുന്നത് പുണ്യതീർത്ഥസ്നാനവും അതോടൊപ്പം തന്നെ പിതൃബലി തർപ്പണവും അതോടൊപ്പം ഒരിക്കലൂണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ആചരണമായിട്ട് പറയപ്പെടുന്നത്. ഈ അമാവാസിയുടെ ഭാഗമായിട്ട് വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ തന്നെ പ്രത്യേക പൂജകളും അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നടത്തി വരുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ദൈവികമായിട്ട് നമ്മൾ ആചരണം ചെയ്യുന്നതിന് മുൻപേ പിതൃക്കൾക്ക് നമ്മൾ പ്രീതി ഉണ്ടാക്കണം എന്നാണ് പറയുക. അതിൻ്റെ ക്രമം പറയുമ്പോൾ തന്നെ പറഞ്ഞു, അധ്യാപനം ബ്രഹ്മയജ്ഞോ പിതൃയജ്ഞസ്തു തർപ്പണം. ആദ്യം ബ്രഹ്മയജ്ഞം പറയുന്നു, രണ്ടാമത് പിതൃയജ്ഞം പറയുന്നു, മൂന്നാമതാണ് ദേവയജ്ഞം പറയുന്നത്. അപ്പോൾ ഈ ദേവയജ്ഞത്തിന് മുൻപേ പിതൃയജ്ഞം ചെയ്യണമെന്ന് പറയുമ്പോൾ, ദേവന്മാർക്ക് കൊടുത്താൽ സ്വീകരിക്കണമെങ്കിൽ അതിനു മുൻപേ നമ്മൾ ഈ പിതൃക്കൾക്ക് കൊടുക്കണം എന്നർത്ഥമാണ്. അപ്പോൾ പ്രാചീന കാലഘട്ടം മുതൽ വളരെ കൃത്യമായിട്ട് കുടുംബങ്ങളിലൊക്കെ തന്നെ ഇത് ആചരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. പക്ഷെ എങ്കിലും ഇത് ചെയ്യുന്നൊരു വിഭാഗം കൃത്യമായിട്ട് ഇത് ആചരിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു, ഈ വർഷം ഈ വാവ് വരുന്നത്
ഓഗസ്റ്റ് 3-നാണ്, ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും അല്ലെങ്കിൽ മിക്കവാറും വാവിൻ്റെ ആ കാലഘട്ടം വിശ്വാസികൾ വിളിച്ച് ചോദിക്കാറുണ്ട്, വാവ് തുടങ്ങുന്നത് എപ്പോഴാണ്. ഇപ്പോൾ ശനിയാഴ്ച ഇപ്പോൾ വാവ് ആരംഭിക്കുന്നത് ഉച്ചക്ക് 2:52-നാണ്. ശനിയാഴ്ച വാവ് ആരംഭിക്കുന്നത് ഉച്ചക്ക് 2:52 ശേഷമാണ്. അത് ഞായറാഴ്ച 4:43 വരെയാണ് ഈ വാവ് ഉള്ളത്. അപ്പോൾ ഈ 2:52 മുതലാണ് വാവ് ആരംഭിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നാം, രാവിലെ നമ്മൾ ബലിയിടുന്ന സമയത്ത് വാവില്ലല്ലോ. അപ്പോൾ വാവിൻ്റെ ഒരു സമയമല്ലാതിരിക്കുമ്പോൾ ആ ബലിയിട്ടാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമോ? ഇങ്ങനെയൊക്കെ വളരെ ആശങ്കാകുലരായിട്ട് വിശ്വാസികൾ വിളിച്ചന്വേഷിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വാവ് ആ ദിവസം അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപേ 6 നാഴിക ഉണ്ടായാൽ മതി. അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപേ 6 നാഴിക ഉണ്ടെങ്കിൽ, ഈ വാവ് ഉണ്ടെങ്കിൽ, അതായത് വാവ് 6 നാഴിക മുൻപേ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ വാവ് സ്വീകരിക്കണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപേ 6 നാഴിക വാവ് ഉണ്ടെങ്കിൽ, 6 നാഴികയ്ക്ക് മുമ്പേ വാവ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ വാവ് എടുക്കണം എന്നാണ് നിയമം. അതിപ്പോൾ രാവിലെ മുതലേ വാവ് വേണമെന്നില്ല. അതിന് പക്കമോ ചതുർദശിയോ ഒന്നും നമ്മൾ ആരായേണ്ട ആവശ്യമില്ല. ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നാം. പക്ഷേ നമ്മളിവിടെ നിയമത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല ഇത് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? ശാസ്ത്രം എന്താണ് പറയുന്നത്? യദ്യത് ആചരിത ശ്രേഷ്ഠസ്തത്തതേ വേദലോചനാസയത് പ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതെന്നാണ്. ആചാര്യന്മാരെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് സ്വീകരിക്കുക, അനുസരിക്കുക, അനുവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നമുക്ക് ഇവിടെ ഈ വർഷം നമുക്ക് ഈ വാവിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് 2:52 മുതലാണെങ്കിൽ പോലും നമ്മൾ രാവിലെ വാവില്ലെങ്കിൽ പോലും നമ്മൾ അന്നേ ദിവസം, അതിൻ്റെ നിയമം എന്ന് പറയുന്നത്, അതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്: കണ്ടാൽ അസ്തമയത്തിനങ്ങ് 6 നാഴികയുണ്ട് ചേൽ, പക്കം താൻ നാളുതാനങ്ങ് വേണ്ടൂതാൻ ശ്രാദ്ധമൂട്ടുവാൻ, കുറഞ്ഞൊന്നുണ്ട് പോരായിൽ പിറ്റേന്നാൾ ശ്രാദ്ധമായി വരും. ഇതാണ് ഈ ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറഞ്ഞിട്ടുള്ളത്. ഗണിത നിർണയം എന്നാണ് ശാസ്ത്രത്തിൻ്റെ ഒരു പേര്, ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അതുകൊണ്ട് യാതൊരു തരത്തിൽ നമ്മൾ പക്കമോ മറ്റോ പക്ഷമോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള അനുഷ്ഠാനത്തിലോ ആചരണത്തിലോ ഒന്നും വിശ്വാസമില്ലാത്തവർക്ക് കൂടി ഇതേറെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം മനസ്സിനും ശരീരത്തിനും ഒരു സ്വസ്ഥതയുണ്ടാക്കുക എന്നുള്ളതാണല്ലോ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മാനസികമായ സ്വസ്ഥത, അതോടൊപ്പം തന്നെ ശാരീരികമായ ക്ഷമത, ഇതൊക്കെ കൈവരിക്കാൻ വ്രതം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. എന്ത് കഴിക്കാം, എവിടെ നിന്ന് കഴിക്കാം, എങ്ങനെ കഴിക്കാം, ഇതിനൊന്നൊരു കൃത്യതയില്ല. എന്തും കഴിക്കാം എന്ന നിലയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ വർദ്ധിക്കാൻ ഒരുപാട് വഴികളുണ്ട്, അല്ലേ? നമുക്കറിയാലോ, ഒരുപാട് ഇന്ന് കൃത്യമായ ഒരു ശുദ്ധിയോ കാര്യമോ ഒന്നുമില്ലാതെ ഭക്ഷണപാചകം നടക്കുന്നു പല സ്ഥലങ്ങളിലും. ഹോട്ടലുകളിലായാലും, അല്ലേ, മറ്റ് കേന്ദ്രങ്ങളിലായാലും ഒക്കെ തന്നെ ഒരു ശുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ നമുക്കൊരു ഹൃദ്യമായ രൂപത്തിലല്ല ഭക്ഷണങ്ങൾ ഒരുക്കുന്നത്. നമ്മൾ പുരാണങ്ങളൊക്കെ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ സ്മൃതികളൊക്കെ തന്നെ പറയുന്നത്, ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വർധനാഹ രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാഹൃദ്യാഹാര സാത്വിക പ്രിയ എന്നാണ്. സാത്വിക ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശീലിക്കണം എന്നാണ് പറയുന്നത്.
ആ സാത്വിക ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശീലിച്ചാൽ ആയുസ് വർദ്ധിക്കുമെന്നും സാത്വികമായ ഗുണം അല്ലേ നമ്മളിൽ വർദ്ധിക്കും. ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ രീതിയിലാണ് സാത്വികം, രാജസം, താമസം എന്ന് പറയുന്ന 3 ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായ അനുപാതങ്ങളിലാണ്. അപ്പോൾ ആ താമസ ഗുണവും രാജസ ഗുണവുമാണ് നമ്മളിൽ കൂടുതൽ പ്രകാശിക്കുന്നത് എങ്കിൽ നമ്മുടെ ചിന്തയും പ്രവർത്തനവും എല്ലാം തന്നെ നമുക്ക് തന്നെ വിപരീതമായി തീരുന്ന. കാരണം സത്വം എന്ന് പറയുന്നത് നൈർമല്യമാണ്, പ്രകാശമാണ്, വിശുദ്ധിയാണ് എന്ന് പറയുമ്പോൾ രാജസം എന്ന് പറയുന്നത് അഷ്ടരാഗങ്ങളെ കൊണ്ട് ആവൃതമാണ്. കാമക്രോധ ലോഭമോഹ മതമാത്സര്യ ഡംഭ അഹങ്കാര എന്ന് പറയുന്ന അഷ്ടരാഗങ്ങളെ കൊണ്ട് ആവൃതമാണ് ഈ രാജസ ഗുണമെന്ന് പറയുന്നത്. അതുപോലത്തെ താമസ ഗുണമെന്ന് പറയുന്നത് തമസ്ത്വജ്ഞാനജോ തമസ് എന്ന് പറയുന്നത് അജ്ഞാനമാണ്. പ്രമാദമോഹവും തമസോ ഭവദ്വജ്ഞാനവേജ. പ്രമാദം, മോഹം, തമസ് ഇതൊക്കെ ഈ താമസത്തിൻ്റെ സ്വഭാവമാണ്. അത് ഭക്ഷണത്തിലൂടെ ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഇപ്പോൾ രാജസഗുണമുള്ള അല്ലെങ്കിൽ രാജസഗുണം വർദ്ധിക്കാൻ പാകത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ രാജസ സ്വഭാവം നമ്മൾ കാണിക്കും. അല്ലെങ്കിൽ താമസ ഗുണം വർദ്ധിക്കുന്ന യാതയാമം ഗദർസം പൂതിപരീക്ഷിതം ചെയ്യത, ഒരു യാമം കഴിഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഈ താമസ ഗുണം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അവിടെ പ്രമാദം, മോഹം, തമസ് അല്ലേ, ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ വളരെ ക്ലേശിച്ച് ആയാസത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ വരും. അല്ലെങ്കിൽ രാജസഗുണം വർദ്ധിച്ചാൽ അവിടെ അഷ്ടരാഗങ്ങൾ നമ്മൾ പിടിമുറുക്കുന്നതാണ്. ഒന്നും നടക്കില്ല, യഥാവിധി നടക്കില്ല. അതുപോലെ സാത്വിക ഗുണമാണ് വർദ്ധിക്കുന്നതെങ്കിലോ തത്ര സത്വം നിർമ്മലത്വം പ്രകാശകമനാമയം, രോഗം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ സമാധാനം, മനഃപ്രസാദം, സൗമ്യത, ആത്മസംയമനം, ഭാവസംശുദ്ധി തുടങ്ങിയുള്ള സാത്വിക ഭാവങ്ങൾ കൃത്യമായി പ്രകാശിക്കും. അപ്പോൾ ആ സാത്വിക ഗുണം വർദ്ധിപ്പിക്കാൻ പാകത്തിലുള്ള ഭക്ഷണക്രമം നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അതാ രസ്യാസ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയ. അപ്പോൾ സാത്വിക ഭക്ഷണത്തിലൂന്നി നമ്മൾ ജീവിതം നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട സാത്വിക ഗുണം വർദ്ധിക്കുകയും ജീവിതത്തിനൊരു പ്രകാശം, ഒരു ലക്ഷ്യബോധത്തിലൂന്നി പ്രവർത്തിക്കാനും വളരെ ഊർജ്ജസ്വലനായിട്ട് കൃത്യമായി അവബോധത്തോടുകൂടി പ്രവർത്തിക്കാനൊക്കെ തന്നെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്രതം ആചരിക്കുന്ന സമയത്ത് നമ്മൾ സാത്വിക ഭക്ഷണമാണ് തയ്യാറാക്കുക, അല്ലേ? സാത്വിക ഭക്ഷണമാണ് മിക്കവാറും നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ അതിലൂടെ നമ്മുടെ സ്വഭാവത്തിനും ജീവിതത്തിനും വ്യക്തമായ ഒരു വഴി നമുക്ക് തുറന്ന് കിട്ടും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൂടി ഈ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികളല്ലാത്തവർക്കും വ്രതമെന്ന് പറയുന്നത് തൻ്റെ ശാരീരികമായ മാനസികമായ ഔന്നത്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ആചരണമാണ് എന്നുകൂടി അനുബന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സാമൂഹികമായ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും സങ്കീർണതകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം ആചരണങ്ങൾ, ആ ആചരണങ്ങളിലൂടെ മനസ്സമാധാനം എങ്ങനെ കൈവരിക്കാൻ സാധിക്കുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായ രൂപത്തിൽ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്കുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഭക്തി വിശ്വാസത്തോടു കൂടി തന്നെ അത് ആചരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.